നിർമ്മിത ബുദ്ധിയടക്കമുള്ള നവീനമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ബാസ്കറ്റ്ബോളിനെ നവീകരിക്കാൻ ഒരുങ്ങി സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ്. കേരളത്തിൽ ബാസ്കറ്റ്ബോളിന് വ്യാപകമായ പ്രചാരണവും അടിസ്ഥാന സൗകര്യ വികസനവും ലക്ഷ്യമിട്ട് സ്കൂൾ തലം മുതൽ പരിശീലന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനും സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള 12 വർഷത്തെ സഹകരണത്തിന് ധാരണയായി. മീരാൻ സ്പോർട്സുമായി സഹകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുക. സ്റ്റാർട്ടിംഗ് 5ൻ്റെ ലോഗോ പ്രകാശനം സിന്തേറ്റ് ഗ്രൂപ്പ് ചെയർമാൻ വിജു ജേക്കബ് കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിലെ കാസിനോ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. I request you to please press the button. Yes, please press the button, please, sir. Yes, ladies and gentlemen, here we officially launch the S5 logo. കേരളത്തിലെ ബാസ്കറ്റ്ബോളിന് പ്രചാരണം നൽകുന്നതിനും അതിൻ്റെ താഴെക്കിടയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും സംസ്ഥാനത്തെ സ്കൂൾ തലത്തിൽ പ്രതിഭകളെ വളർത്താനും വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള S5 ഗ്രാസ് റൂട്ടിൻ്റെ ഔപചാരികമായ സമാരംഭവും ചടങ്ങിൽ നടന്നു. സഹകരണത്തിൻ്റെ ഭാഗമായി ആദ്യവർഷം നടപ്പിലാക്കുന്ന S5 ചലഞ്ചും S5 3on3 എന്നീ 2 പ്രൊജക്റ്റുകളും ബാസ്കറ്റ്ബോളിനെ കൂടുതൽ സ്വീകാര്യത സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ലോകത്താകമാനം കായിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തുക വഴി കേരളത്തിലെ ബാസ്കറ്റ്ബോൾ രംഗത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതികൾ. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ബാസ്കറ്റ്ബോൾ രംഗത്തെ സജീവമായി പ്രോത്സാഹിപ്പിക്കുന്ന കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ പിന്തുണയോടെയാണ് മുഴുവൻ സംരംഭവും നടപ്പാക്കുന്നതെന്ന് സ്റ്റാർട്ടിംഗ് 5ൻ്റെ ഡയറക്ടർ ജേക്കബ് പുരക്കൽ ചടങ്ങിൽ പറഞ്ഞു. ചിട്ടയായതും നൂതനവുമായ നിരവധി സംരംഭങ്ങളിലൂടെ പ്രാദേശിക പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുത്ത ഇന്ത്യൻ ബാസ്കറ്റ്ബോളിൽ കേരളത്തിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സഹായിക്കാനാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കേരളത്തിലെ ബാസ്കറ്റ്ബോളിനെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് ഒരു സ്വകാര്യ പങ്കാളിക്കൊപ്പം കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനും കൈകോർക്കുന്നത് ഇന്ത്യയിൽ ആദ്യമാണെന്നും ഇതൊരു മികച്ച മാതൃകയാണെന്നും വരും വർഷങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അസോസിയേഷനുകളും ഇത് പിന്തുടരാൻ ശ്രമിക്കണമെന്നും ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആദവ് അർജുനൻ പറഞ്ഞു. US നിന്നും തത്സമയം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതിക വിദ്യകളും നൂതന സമ്പ്രദായങ്ങളും ബാസ്കറ്റ്ബോളിനെ നവീകരിക്കാൻ ഉപയോഗിക്കേണ്ട സമയമാണിതെന്ന് സ്റ്റാർട്ടിംഗ് 5 പ്രൊമോട്ടർമാരിൽ ഒരാളായ ജോസഫ് പറഞ്ഞു. ഇത്തരത്തിൽ നവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ബാസ്കറ്റ്ബോളിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനുമായുള്ള സഹകരണം വഴി ആദ്യ 3 വർഷങ്ങൾ കൊണ്ട് തന്നെ കളിക്കാരുടെ ടാലൻറ്റ് പൂളിൽ 300% വർധനവ് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാർട്ടിംഗ് 5ൻ്റെ വെബ്സൈറ്റ് പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ നിർവഹിച്ചു. കേരള ബാസ്കറ്റ്ബോളിലെ കഴിഞ്ഞ 4 ദശാബ്ദങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച 100ഓളം കളിക്കാർ ഉൾപ്പെടെ 200-ലധികം ബാസ്കറ്റ്ബോൾ പ്രേമികൾ ചടങ്ങിൽ പങ്കെടുത്തു. മുത്തൂറ്റ് ഫിൻകോർപ്പ് ഡയറക്ടർ തോമസ് ജോർജ് മുത്തൂറ്റ്, മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നവാസ് മീരാൻ, മീരാൻ സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് മീരാൻ, KBA പ്രസിഡന്റ് മനോഹരകുമാർ, ആജീവനാന്ത KBA പ്രസിഡന്റ് PJ സണ്ണി, മുൻ സെക്രട്ടറി ഡോക്ടർ MM ചാക്കോ, KBA സെക്രട്ടറി C ശശിധരൻ, മുൻ ഇന്റർനാഷണൽ മുഹമ്മദ് ഇക്ബാൽ, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ CV സണ്ണി, റീജിയണൽ സ്പോർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി SAS നവാസ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി K അനിൽകുമാർ, സ്റ്റാർട്ടിംഗ് 5 ഡയറക്ടർ അജികുമാർ നായർ, ടീം റീബൗണ്ട് സെക്രട്ടറി K സലീം, കോശി എബ്രഹാം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എറണാകുളം.